ഞാനും മോളും കൂടെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മോൾക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിന്. അപ്പോൾ അമ്മയും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോയതാണ്. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതിന് ശേഷം നേരെ ഫാൻസി സെൻറ്ററിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ കൂൾ ബാറിൽ കയറിയിട്ടോ. ഇത് നമ്മളെ പയ്യന്നൂരിലത്തെ നല്ല അടിപൊളി കൂൾ ബാറാണ്. 0 ഡിഗ്രി എന്നാണ് കൂൾ ബാറിൻ്റെ പേര്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഈ കൂൾ ബാർ കേട്ടോ. അവിടെ ചെന്നിട്ട് പിന്നെ മോള് അമ്മക്ക് എന്താ വേണ്ടത് എനിക്കാണെങ്കിൽ ഒന്നും കൂടുതൽ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യമില്ല. എന്നാലും ഞാൻ കൂൾ ബാറിൽ കയറിയാൽ വല്ല ജ്യൂസോ ഐസ്ക്രീമോ ഫ്രൂട്ട് സലാഡോ അങ്ങനെയെല്ലാം കഴിക്കും കേട്ടോ. അപ്പം പിന്നെ മോള് ഒരു ഫ്രൂട്ട് സലാഡിനും പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ചീസ് കേക്കും അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവൾക്ക് നല്ല കോൾഡ് ഉണ്ട് കേട്ടോ. അവൾക്ക് ഐസ്ക്രീമൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അവൾ എന്തെങ്കിലും തട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും പരിപാടിയാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് വലിച്ചിട്ട് എപ്പോഴും ടൗണിൽ കൊണ്ടുപോകും കേട്ടോ. എന്തെങ്കിലും എല്ലാം മേടിച്ച് തരും. പിന്നെയെന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൂൾ ബാറിൽ കയറാണ്ട് വരില്ല. അവൾക്ക് അറിയാം അമ്മക്ക് ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. അല്ലാതെ എനിക്ക് ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൽ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഒരു വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനും അപ്പോൾ വിളിക്കുമ്പോൾ അങ്ങ് പോവും. ഇന്ന് അച്ഛൻ വന്നിട്ടില്ല, ഞാനും മോളും മാത്രമേ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മോള് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അമ്പലങ്ങളിൽ പോവും. പിന്നെ ഇതുപോലെ ടൗണിൽ പോവും, എന്തെങ്കിലും വാങ്ങാൻ പോവും. പിന്നെ എന്നെ പിടിച്ച് വലിച്ച് സിനിമക്ക് കൊണ്ടുപോകും. അതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. സിനിമ എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മളെ പണ്ടത്തെ സിനിമ പോലത്തെ സിനിമയല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഥകളെല്ലാം പറഞ്ഞ് പിന്നെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും രാത്രി ആയിനെ. പിന്നെ ഒരു 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിനി. അപ്പം എല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം കുറേ വൈകിനായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ഇടണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കേ, ബൈ.